ഹലോ ഡിയർ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എങ്ങനെ നന്നായിട്ട് സംസാരിക്കാം, ഇംപ്രസീവായിട്ട് നമ്മളോട് സംസാരിക്കാൻ ഒരു താല്പര്യം ജനിക്കുന്ന രീതിയിൽ എങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ബാക്കി വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ലൈക്ക് ചെയ്തില്ലെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിലും ഈ ഒരു സബ്ജക്റ്റിൽ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളുകളെ കണ്ടിട്ടില്ലേ, എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഒത്തിരി നന്നായിട്ട് സംസാരിക്കുന്ന ആളുകൾ, അവരോട് സംസാരിച്ചിരിക്കാനും അവരുടെ ടോക്ക് ഷോസ് കേൾക്കാനും ഇൻ്റർവ്യൂസ് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത്, ഫ്രീ ടൈമുള്ള ദിവസങ്ങളിൽ, വേറെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കുറച്ച് ഇൻ്റർവ്യൂസും നല്ല കുറച്ച് പോഡ്കാസ്റ്റും ഒക്കെ പ്ലേ ചെയ്ത് വെക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി സംസാരിക്കാൻ അറിയുന്ന, നന്നായിട്ട് വൊക്കാബുലറി യൂസ് ചെയ്യാൻ അറിയുന്ന, നല്ല മാനറിസംസ് ഒക്കെ യൂസ് ചെയ്ത് സംസാരിക്കാൻ അറിയുന്ന ആളുകളുടെ ടോക്ക് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്കില്ല് നിങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5-6 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ആ കാര്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കുകയാണ്. അതിലേറ്റവും ആദ്യത്തെ പോയിൻ്റാണ് ഒബ്സർവേഷൻ എന്നുള്ളത് കേട്ടോ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരീക്ഷിക്കുക അല്ലേ? നിരീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സംസാര രീതി ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. സംസാരിക്കാൻ മടിയുള്ള, സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്ത, വേറൊരാളുടെ അടുത്ത് പോയിട്ട് ഒരാളുടെ മുൻപിൽ നിന്ന് കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ വളരെയധികം ജാള്യത ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്തെടുക്കണമല്ലോ. കാരണം അത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിനെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിൽ ആര് സംസാരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അവരെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ആക്ടേഴ്സ് ആയിരിക്കാം, ഇൻ്റർവ്യൂവേഴ്സ് ആയിരിക്കാം, ന്യൂസ് റീഡേഴ്സ് ആയിരിക്കാം. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. യൂട്യൂബിൽ തന്നെ ചില ചാനലിലൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇവരെ നിരീക്ഷിക്കുക, അവരെ ഒബ്സർവ് ചെയ്യുക. അവരെങ്ങനെയാണ് നന്നായി സംസാരിക്കുന്നത്, എങ്ങനെയാണ് നല്ല വാക്കുകളൊക്കെ ഇങ്ങനെ നിർഗളം പ്രവഹിക്കുന്നത്, അതേപോലെ അവരുടെ മാനറിസംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, അത് നമുക്കിത് എങ്ങനെ നമ്മുടെ ലൈഫിൽ, നമ്മുടെ വർത്തമാനത്തിൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്നും കൂടി ഒന്ന് പരിശീലിച്ച് നോക്കുക എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. അതിന് നമുക്ക് മിറർ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഞാനതൊക്കെ ഒരുപാട് പരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. ആരുടെയെങ്കിലുമൊക്കെ മുമ്പിൽ പോയി നിന്നാൽ ബബ്ബ അടിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റെ. ഞാൻ മറ്റേ കോൺഫിഡൻസ് ഉള്ള, നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്യാങ്ങിൽ ഭയങ്കര പുലിയും, വേറെ ആരുടെയെങ്കിലുമൊക്കെ മുമ്പിൽ ചെന്ന് നിന്നാൽ എനിക്ക് അറിയുന്ന കാര്യം കൂടി മറന്നു പോകുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ഒരു അംശം എൻ്റെ കയ്യിലുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാലും ഞാൻ മിറർ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നോക്കിയിട്ട് ചില കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അത് ജീവിതത്തിൽ എനിക്ക് വളരെയധികം സാഹചര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഒബ്സർവേഷൻ എന്നുള്ളതും ആ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കുക എന്നുള്ളതും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യമാണ് സ്പീക്ക് ക്ലിയർലി. നന്നായിട്ട് എവിടെയും തട്ടും തടവും ഇല്ലാതെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക എന്ന് പറയും. ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതാണ്, എവിടെയും തട്ടേ മുട്ടേ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോൺ വെർബൽ ആയിട്ടുള്ള ആക്ഷൻസ് ഇല്ലേ, ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ഒരാളോട് നന്നായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഒരു ഫോർമൽ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും ഒരാളുടെ മുൻപിൽ അവരുടെ പ്രശ്നങ്ങളെ കേട്ടിരിക്കാൻ വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് മറുപടി കൊടുക്കുമ്പോൾ ഇജാതി നോൺ വെർബൽ ആയിട്ടുള്ള ആക്ഷൻസ് യൂസ് ചെയ്യാതിരിക്കുക. ക്ലിയർ ആയിട്ട് സംസാരിക്കുക. ഒരു കാര്യം കേട്ടിട്ട് ഒരു 2 മിനിറ്റേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അത് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. അത് ഒരു ഫെയ്ഡായിട്ടോ അല്ലെങ്കിൽ അത് മനസ്സിലായില്ല എന്ന് ആളുകൾ പറയുന്ന രീതിയിലേക്കൊന്നും എത്തിക്കാതിരിക്കുക. എന്താണോ പറയാനുള്ളത് അത് 2-3 സെൻറ്റൻസിൽ ക്ലിയർ ആൻഡ് കട്ടായിട്ട് പറയാം. ഇപ്പോൾ കേൾക്കുന്നവർക്കും സന്തോഷമാണ്, അവർക്ക് ബോറടിക്കില്ല. ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. മൂന്നാമത്തെ കാര്യമാണ് ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ക്ലാരിഫൈ. നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത്, ചില ആളുകളെ കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമ്മ്യൂണിക്കേഷനിലിരിക്കുന്ന സമയത്ത്, ഒരു ഗ്യാങ്ങിലിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ആവില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം ആളുകൾ പലവിധമാണ്, പല രീതിയിലാണ് ആളുകൾ സംസാരിക്കുന്നത്, പല ഭാഷകളുണ്ട്, പല ഡയലക്ട്സ് ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കാം.
ചില ആളുകൾ അങ്ങനെ ചോദിക്കാനുള്ള കോൺഫിഡൻസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട്, അങ്ങനെ ചോദിക്കാനുള്ള ഒരു വിഷമം കാരണമൊക്കെ മനസ്സിലായ പോലെ ഇരുന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മുന്നോട്ട് പോകും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരികയാണ്. അവരെന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് ക്ലിയർ ആവില്ല. അത് ക്ലിയർ ആവാത്തിടത്തോളം കാലം നമുക്ക് നല്ലൊരു ആൻസർ പറയാനും പറ്റില്ല എന്നുള്ളതാണ്. സോ ആരോടാണെങ്കിലും എപ്പോഴാണെങ്കിലും എത്ര ഫോമൽ ആണെങ്കിലും ഇൻഫോർമൽ ആണെങ്കിലും അങ്ങനത്തെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ചോദ്യം ചോദിക്കുക തന്നെ വേണം. നാലാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലിസണിങ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നന്നായിട്ട് കേൾക്കുന്ന ആൾക്കാണ് നന്നായിട്ട് മറുപടി പറയാൻ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. 3-4 പേരിരുന്ന് സംസാരിക്കുകയാണെന്ന് വിചാരിച്ചോ, നമ്മൾ ഇടയിൽ കയറി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, അവർക്ക് പറയാനുള്ളത് പറയാൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ ഇവർക്ക് അതിനോടുള്ളൊരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ സമ്മതിക്കാതെ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവരൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോലും നമ്മൾ വിടില്ല. നമ്മൾ നമ്മുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ചില വ്യക്തികളുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ കമ്മ്യൂണിക്കേഷനെ, നല്ലൊരു ബന്ധത്തിനെ, നല്ലൊരു സോഷ്യൽ സ്കില്ലിനെ എഫക്റ്റ് ചെയ്യും എന്ന് വേണമെങ്കിൽ പറയാം. ആളുകളെ കേൾക്കുക, വെറും കേൾക്കുക എന്നല്ല കേട്ടോ, ഇൻട്രസ്റ്റോട് കൂടി തന്നെ കേട്ടുകൊണ്ടിരിക്കുക. അവർ പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇല്ലേ, ആണോ, ആ എന്നിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുക. അത് മനഃപൂർവ്വം ചോദിക്കണം എന്നല്ല പറയുന്നത്. ചില കാര്യങ്ങൾ ഇൻട്രസ്റ്റഡ് ആവുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനത്തെ എക്സൈറ്റ്മെൻറ്റ്സും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്ത് അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് പറയാനൊരു ഇൻട്രസ്റ്റ് കൂടും എന്നുള്ളതാണ്. പിന്നെ അവർ പറയുന്നത് നന്നായിട്ട് ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ആൻസറിനും നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന ഒപ്പീനിയനും നമുക്ക് പറയാനുള്ള സൊല്യൂഷനും അത്രയും ക്ലിയർ ആയിരിക്കും എന്നുള്ളതാണ്. സോ നന്നായിട്ട് സംസാരിക്കാൻ അറിയുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതിൽ ലിസണിങ് സ്കില്ലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. 5-ാമത്തെ കാര്യമാണ് ഡോണ്ട് ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത്. ഒരാൾ ഒരു കാര്യം പറയാനിരിക്കുകയാണ് എന്ന് വിചാരിക്കാം. ഒരു ഗ്യാങ്ങിലാണ് അല്ലെങ്കിൽ ഒരു 2 വ്യക്തികൾ തമ്മിൽ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ കാര്യങ്ങളെ ഇതിലേക്ക് ആഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരാൾ സംസാരിക്കുന്നു, നമുക്കൊരു കോൾ വരുന്നു, നമ്മൾ ഒന്നും മിണ്ടാതിരിക്കട്ടോ, ഞാൻ ഈ കോൾ ഒന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ആ കോൾ അങ്ങ് നീണ്ടു പോകും. അല്ലെങ്കിൽ വേറൊരാൾ വന്നു, അപ്പോൾ നീ ഇരിക്ക് എന്ന് പറഞ്ഞ് ആ ആളെയും കൂടെ നമ്മൾ ഈ ഒരു കോൺവെർസേഷനിലേക്ക് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളെ കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാൻ വന്നിട്ടുള്ള ആൾക്ക് ഈ തേർഡ് പേഴ്സൻ്റെ ഒരു ഇൻറ്ററപ്ഷൻ എന്നുള്ളത് വളരെയധികം അസഹനീയമായിരിക്കും, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു പക്ഷേ അവരുടെ കോൺഫിഡൻസിനെ പോലും ബാധിക്കും. അതൊരു വ്യക്തി ആയിക്കോട്ടെ, ഒരു ഫോൺ കോൾ ആയിക്കോട്ടെ, നമ്മൾ ഒരാളെ കേൾക്കുകയാണ് അല്ലെങ്കിൽ ഒരാളോട് ഡീപ്പായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു തേർഡ് പേഴ്സണെ, ഒരു തേർഡ് പാർട്ടിയെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരോട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും മര്യാദപൂർവ്വമായിട്ടുള്ള കാര്യം. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരാളെ കേൾക്കുക എന്നതിൻ്റെ കൂടെ ഫോണിൽ സംസാരിക്കുന്നു, വേറൊരാളോട് സംസാരിക്കുന്നു, വേറൊരു കാര്യം നോക്കുന്നു, നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നു, മെസ്സേജ് നോക്കുന്നു, മെയിൽ നോക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്യൂരിറ്റി നഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ എന്താണോ കേൾക്കുന്നത്, ആരുടെടുത്താണോ വന്നിരിക്കുന്നത്, ആ ഒരു 1-to-1 കോൺവെർസേഷനിൽ പ്യൂരിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എന്താണോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് നമുക്ക് പാർഷ്യലിയേ മനസ്സിലാവുള്ളൂ എന്ന് പോരാതെ തന്നെ നമ്മളുടെ അടുത്തു നിന്ന് വരുന്ന സൊല്യൂഷനും നമ്മളുടെ അടുത്ത് നിന്ന് വരുന്ന ഒപ്പീനിയനും നമുക്ക് അവരോട് കാണിക്കുന്ന ഇൻട്രസ്റ്റും അത്രയും ശോകമായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. സോ എത്രത്തോളം ഇൻട്രൂഡ് ചെയ്യിപ്പിക്കാതിരിക്കുന്നോ അത്രയും ആ ഒരു കോൺവെർസേഷൻ്റെ പ്യൂരിറ്റി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ പോയിന്റ്, എന്നാൽ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഡു നോട്ട് യൂസ് കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് ഇൻ എ കോൺവെർസേഷൻ എന്ന് കേട്ടോ. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നും, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഒന്നും അല്ല എന്ന്. പക്ഷേ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഇംഗ്ലീഷ് അറിയാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ സംസാരിക്കുകയാണ് എന്ന് കരുതാം. മംഗ്ലീഷ് എന്നുള്ള ഒരു സംഭവം, ഒരു ഭാഷ ഉണ്ടല്ലോ, അതായത് ഇംഗ്ലീഷും മലയാളവും കൂടെ കൂട്ടിക്കലർത്തി സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ യൂഷ്വലി എല്ലാവരും ഇപ്പോൾ അതിനോട് യൂസ്ഡു ആണ്. പക്ഷേ ഇംഗ്ലീഷ് തീരെ വശമില്ലാത്ത ആളുകളുടെ അടുത്ത് പോയിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് അവരോട് സംസാരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ, ഈ കേൾക്കുന്ന ആൾക്ക് വല്ലാണ്ടൊന്നും മനസ്സിലാവില്ല. പോരാത്തതിന് അവരെ സ്വരൂപിച്ച് വെച്ചേക്കുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലേ, അത് നഷ്ടപ്പെടുകയും ചെയ്യും. കാരണം അവർ വിചാരിക്കും എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എന്നേക്കാൾ ബുദ്ധിയുള്ള ആളാണ്, എന്നേക്കാൾ അറിവുള്ള ആളാണ്. സോ മനസ്സിലായില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം അത് നമ്മുടെ ഒരു വ്യക്തിത്വത്തിനെയും നമ്മുടെ ഒരു കോൺഫിഡൻസിനെയും എഫക്റ്റ് ചെയ്യും. സോ അവർ പറയുന്ന കാര്യങ്ങൾ പകുതി മനസ്സിലായി പകുതി മനസ്സിലാവാതെ പാതി വെന്ത ബിരിയാണി കഴിക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇരുന്ന് കൊടുക്കുകയും ചെയ്യും, എന്നാൽ
അതിൻ്റെ ഫലം നമുക്ക് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഹിന്ദി യൂസ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അതായത് കൂടുതലും നോർത്തിലേക്കൊക്കെ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകൾ നാട്ടിലേക്ക് ലീവിന് വരുന്ന സമയത്ത് ലോക്കലായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഹിന്ദി വേർഡ്സ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാനപ്പോൾ ചില സമയത്ത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, അയ്യോ ഇവരെന്താ ഇങ്ങനെ, ഇവർക്ക് മലയാളത്തിൽ സംസാരിച്ചുകൂടെ? കാരണം ഇവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഈ ആളുകൾക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല എന്ന്. പിന്നെ എന്തിനാ ഇവരിങ്ങനെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പണ്ടൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഇരിക്കുന്ന സമയത്ത്, ഒരു കോൺവെർസേഷനിൽ ഇരിക്കുന്ന സമയത്ത്, ഒരു ചർച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഏത് മീഡിയമാണോ ആ മീഡിയം മാത്രം യൂസ് ചെയ്യുക. മേ ബി അതൊരു ഇംഗ്ലീഷ് ആയിരിക്കും. പല ഭാഷയിലുള്ള ആളുകൾ തമ്മിലിരിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ ഒരു ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കാം. അപ്പോൾ ആ മീഡിയം മാത്രം യൂസ് ചെയ്യുക. നമ്മൾ ഫ്രണ്ട്സും നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും കൂടെ യൂസ് ചെയ്യുന്ന നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് സൊറ പറഞ്ഞിരിക്കുന്ന സമയത്ത് വല്ലാതെ ഇംഗ്ലീഷും ഹിന്ദിയും വേറെ ലാംഗ്വേജൊക്കെ യൂസ് ചെയ്യാതെ ഏത് ഭാഷയാണോ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പുറത്തൊക്കെ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, ഒരുപാട് ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയാണെങ്കിൽ മലയാളീസ് ഉണ്ട്, ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, അറബിക് സംസാരിക്കുന്നവരുണ്ട്, ഫിലിപ്പീൻസ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ തമിഴ് സംസാരിക്കുന്ന ആളുകളുണ്ട്, തെലുങ്കും കന്നഡയും ഒക്കെ അറിയുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെയൊക്കെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നോൺ വെർബൽ ആക്ഷൻസ് വെച്ചിട്ടോ നമ്മുടെ ഡയലക്ട്സ് യൂസ് ചെയ്തിട്ടൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് കൊള്ളും. ഓ, നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിലാണ് അവർ പറയുന്നത്, സോ ഒന്ന് സൈലൻ്റ് ആയേക്കാം എന്നുള്ള ആ ഒരു മൂഡിൻ്റെ, ആ ഒരു എൻജോയ്മെൻറ്റിനെ തന്നെ അത് ബാധിക്കും എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ഗെറ്റ് ടുഗദർ വരുന്ന സമയത്ത്, അങ്ങനെ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ തമ്മിലിരുന്ന് ചിറ്റ് ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കോമൺ ലാംഗ്വേജ് ഏതാണോ, എല്ലാവർക്കും മനസ്സിലാവുന്ന ലാംഗ്വേജ് ഏതാണോ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ കോൺഫിഡൻസ് ഒക്കെ നശിപ്പിക്കുന്നത് അല്ലേ? നമ്മൾ ആരുടെയും ആത്മവിശ്വാസം നശിപ്പിക്കാനും ആരുടെയും ഒരു ഹാപ്പിനെസ് നശിപ്പിക്കാനും കാരണമാവാതിരിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിവിടെ 6 പോയിൻ്റാണ് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊക്കെയാണ് ആ 6 പോയിൻ്റ്? ഏറ്റവും ആദ്യത്തെ ഒബ്സർവ് അതേഴ്സ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്പീക്ക് ക്ലിയർലി എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഡോൺ യൂസ് നോൺ വെർബൽ വേർഡ്സ് എന്ന് പറയുന്നത്, നാലാമത്തെ ഒബ്സ്റ്റാക്കിൾസ്, നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻട്രപ്ഷൻസ്, ഇൻട്രൂഡ് ചെയ്യിപ്പിക്കുന്നത്, ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത്, അഞ്ചാമത്തെ ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ക്ലാരിഫൈ എന്ന് പറയുന്നത്, ആറാമത്തെ ഇംപ്രൂവ് ലിസണിങ് സ്കിൽ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ശരിക്കും പറയുകയാണ് നമ്മളറിയാതെ തന്നെ നമ്മളിൽ മാറ്റങ്ങൾ വരുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോൾ സംസാരിക്കുകയാണെങ്കിലും ഒന്ന് കരുതിയിരുന്ന് സംസാരിക്കുക, ഒന്ന് ഓർക്കുക, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഇത് എവിടേക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സംസാരിച്ച് തുടങ്ങുക. ഓരോ മാസം, 1.5 മാസം, 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ചെറിയ ചെറിയ ഡിഫറൻസ് നമ്മൾ കണ്ടു തുടങ്ങും. ചെറിയ ഡിഫറൻസ് ആണല്ലോ വലിയ ഇമ്പാക്റ്റിലേക്ക് വഴിതെളിക്കുന്നത്. അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ബൈ ആൻഡ് താങ്ക് യു.